Welcome back to Bosco Campus Vision. This is the 44th lecture of Web Design and Production for Business. Topic Navigation in HTML. What is navigation? The larger the site, the more difficult it is for others to visit it and go where they want to. The navigation tag is used to create a navigation section on a web page, a section whose primary purpose is to provide links to specific areas within the page or to other web pages. Suppose you have a home page with three other pages. First one home page, second one page 1, third one page 2 and page 3. അതായത് ഹോം പേജിൽ നിങ്ങൾക്ക് 3 പേജസ് ഉണ്ടെന്ന് കണക്ക് കൂട്ടുക. അതായത് ഹോം പേജിൻ്റെ അകത്ത് പേജ് 1, പേജ് 2, പേജ് 3 എന്നുള്ള 3 പേജസ് ഉണ്ട്. So that the home page links to each of the 3 pages. It has a condensation. The browser can get to page 1 or page 2. For example, by clicking the hyperlink in the home page, the page to a link is given to back to the home page. അതായത് ഒരു സൈറ്റ് വലുതാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ നോക്കുന്ന കണ്ടൻസ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സെക്ഷൻസ് ആയിട്ട് നമ്മൾ ആ വെബ് പേജിലോ അല്ലെങ്കിൽ വേറൊരു പേജിലോ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്തായിരിക്കും അവിടെ വ്യൂ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാവിഗേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. നാവിഗേഷൻ സെറ്റ് ചെയ്യാനുള്ള എക്സാമ്പിളാണ് NAV എന്നുള്ള ടാഗ്. അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉള്ള ടാഗ് നാവിഗേഷന് വേണ്ടിയിട്ട് എന്താണെന്നുള്ള ലിസ്റ്റ് പഠിച്ചതിൻ്റെ UL അൺഓർഡറിങ് വരാനായിട്ടാണ് അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുത്ത് href അതായത് എന്നുള്ള ആങ്കർ ടാഗിനകത്ത് ഹൈപ്പർ റെഫറൻസ് കൊടുക്കുന്നു. index.html എന്ന് പറഞ്ഞാൽ എൻ്റെ പേജ്, അതായത് ആണ് പേജിനെ എന്ത് ചെയ്യുന്നത് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം index.html കൊടുക്കും. അഹ്മെന്ന് എഴുതിയാൽ എന്തായിരിക്കും ഒരു ലിങ്ക് അവിടെ വന്ന് കിടക്കും. നെക്സ്റ്റ് വൺ ahref ഈസ് ഈക്വൽ ടു customers.html. എനിക്ക് ഡേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ എന്നുള്ളതിന് ലിങ്ക് വരാം customers.html എന്ന് ആ പേജിന് HTML പേജിന് ഞാൻ സേവ് ചെയ്തു. തേർഡ് വൺ ahref ഈസ് ഈക്വൽ ടു about.html. അതിനെ പറ്റിയിട്ടുള്ള വേണ്ടിയിട്ട് about എന്നുള്ള പേജ് ഞാൻ സേവ് ചെയ്തേക്കുന്നത് about.html എന്നാണ്. ടാഗ് ക്ലോസ് ചെയ്തു, LI ക്ലോസ് ചെയ്തു, UL ക്ലോസ് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം നാവിഗേഷൻ ടാഗും ക്ലോസ് ചെയ്തു. എൻ്റെ ഔട്ട്പുട്ട് എന്തായാലും ലെറ്റിംഗ് ആയിരിക്കും വന്ന് കിടക്കുന്നത്. അപ്പം തന്നെ ഡേറ്റ അതുപോലെ തന്നെ അബൌട്ട് എന്നുള്ള ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് യൂസ് NAV ടാഗ്. പേജസ് ക്യാൻ ബി കണക്റ്റഡ് യൂസിങ് ലിങ്ക്സ്. നെക്സ്റ്റ് വൺ ഈസ് ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക്. അതായത് എങ്ങനെയാണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് പറയുന്നത്. HTML provides the facility to create links between web pages. To go from one web page to another, clicking that particular link in which the reference of the other web page is stored. Links are used to connect one web page to another. When a user clicks a link, the user is redirected to the web page specified as the destination web page for the link. You can use HTML to create links and thus provide a means of connection between web pages. And also a hyperlink is a link between web pages. You can create a hyperlink by using inside the anchor tag, give the reference of the web page that you want to open. The href attribute of the a tag takes the reference of the web page. The term href stands for hypertext reference. Perform the following steps to create a hyperlink. First one, create a new document in Notepad and type the code for create a hyperlink. The second step is save the document with a appropriate name and .html extension. ആദ്യം നമ്മുടെ കോഡ് ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത് .html എക്സ്റ്റൻഷൻ ഇട്ട് നമ്മൾ ആ ഡോക്യുമെൻറ്റ് സേവ് ചെയ്തു. മൂന്നാമത് ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ് ഇൻ നോട്ട്പാഡ് ആൻഡ് ടൈപ്പ് ദ കോഡ് ഇൻ എ
document to create a reference page for the hyperlink. ഹൈപ്പർലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് റെഫറൻസ് പേജിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഒരു നോട്ട് പാഡിൻ്റെ പേജിലോട്ട് നമ്മൾ ഡോക്യുമെൻ്റ് എന്ത് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു. അതായത് ലിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം. Fourth step is save the document with the name that has been given as href value in the hyperlink document. അതായത് ആങ്കർ ടാഗിൻ്റെ അകത്ത് href എന്ന് നമ്മൾ കൊടുക്കുന്നില്ലേ, അപ്പം ആ hrefന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റിന് പേര് കൊടുക്കുന്നത് വേണം നമ്മൾ ഈ ഡോക്യുമെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ href വാല്യൂ കൊടുക്കുന്ന എവിടായിട്ടാണ് ലിങ്ക് ചെയ്ത് പോകേണ്ടതെന്നുള്ള ആ പാത്ത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സേവ് ചെയ്യുന്ന ആ നെയിം ആയിരിക്കണം ഈ ഡോക്യുമെൻറ്റിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഓപ്പൺ ദ HTML ഡോക്യുമെൻറ്റ് നെയിംഡ് hyperlink.html ഇൻ ദ ബ്രൗസർ. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്തേക്കുന്ന ആ ഡോക്യുമെൻറ്റിലെ hyperlink.html എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡോക്യുമെൻ്റ് എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ ക്രോമിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് ഹൈപ്പർ ലിങ്ക് വന്ന് കിടക്കുന്നു. അപ്പം ആ ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. 6th സ്റ്റെപ്പാണ് ക്ലിക്ക് ദ ഹൈപ്പർ ലിങ്ക്. ദ page1.html ഫയൽ ഓപ്പൺസ് ഇൻ എ ന്യൂ വിൻഡോ. നമ്മൾ ആ ലിങ്ക് കൊടുത്ത അതെന്ത് ചെയ്തു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം എന്തായാലും വിൻഡോ ഓപ്പൺ ആയി കാണുന്നു. Next topic is what are the different types of hyperlinks. Hyperlinks are the primary method used to navigate between pages and websites. Links can point to other web pages, websites, graphics, files, sounds, email addresses and other locations on the same web page. When text is used as a hyperlink, it is usually underlined and appears as a different color. There are 4 types of hyperlinks are to be used. First one, text hyperlink. Second one, image hyperlink. Third one, bookmark hyperlink. Last one is email hyperlink. First one is text hyperlink. It uses a word or phrase to take visitors to another page, file or document. എന്തായിരിക്കും, ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ ആയിരിക്കും അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നത്. എന്തായിരിക്കും, പുതിയൊരു പേജിലോട്ടോ അല്ലെങ്കിൽ ഒരു ഫയലോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ഹൈപ്പർ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇമേജ് ഹൈപ്പർ ലിങ്ക്. യൂസ് ആൻ ഇമേജ് ടു ടേക്ക് വിസിറ്റേഴ്സ് ടു അനദർ പേജ്, ഫയൽ ഓർ ഡോക്യുമെൻറ്റ്. എന്താണ്, ഒരു ഇമേജിനെ നമ്മൾ ഹൈപ്പർ ലിങ്ക്, മുകളിൽ പറഞ്ഞത് ഒരു വേർഡിനെ അണ്ടർലൈൻ ചെയ്താണെങ്കിൽ ഒരു ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈപ്പർ ലിങ്ക് ആക്കി സെറ്റ് ചെയ്യുന്നു. ആ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, പുതിയൊരു പേജിലോട്ടോ അല്ലെങ്കിൽ ഒരു ഫയലോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റോ ഓപ്പൺ ആവുന്നു. തേർഡ് വൺ ഈസ് ബുക്ക്മാർക്ക് ഹൈപ്പർ ലിങ്ക്. Bookmark hyperlinks are used to navigate within a web page. These are useful when the page is long or has different sections. അതായത് ഈ ബുക്ക്മാർക്ക് ഹൈപ്പർലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ വെബ് പേജ് എന്താണ് ഒരുപാട് നീളമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പേജിൽ തന്നെ സെറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക്മാർക്ക് ഹൈപ്പർലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഇമെയിൽ ഹൈപ്പർലിങ്ക്. allows visitors to send an email message to displayed email address. എന്തിനാ വേണ്ടിയിട്ടാണ് ഇമെയിൽ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്, വിസിറ്റേഴ്സിന് ഒരു ഇമെയിൽ മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമെയിൽ ഹൈപ്പർ ലിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. allow visitors to send an email message to the displayed email address. These are the 4 types of hyperlinks used in HTML. First one is text hyperlink, second one image hyperlink, third one bookmark hyperlink and last one is email hyperlink. Today's assignment question is, first one, what is navigation? Second question, how can we create a hyperlink? Third question, types of. First question, what is navigation? Second question, how can we create a hyperlink? Last question is, what are the different types of hyperlinks? ഹൈപ്പർലിങ്ക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എല്ലാവരും അത് പഠിക്കുക. വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ ഒരു കോളേജിൻ്റെയൊക്കെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ലിങ്ക് കൊടുത്ത് ഓരോ കോഴ്സുകൾ അതുപോലെ തന്നെ ഫാക്കൽറ്റീസിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ നമുക്ക് ലിങ്ക് കൊടുത്തായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ സെഷൻ്റെ അകത്ത് ചെയ്യുന്നത്. അപ്പം ഈ ഹൈപ്പർ ലിങ്ക് നമുക്ക്
ഒരുപാട് സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.